കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് പേപ്പറായ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന വിഷയത്തിൻ്റെ MCQ ഡിസ്കഷൻ പാർട്ട് 2 ആണ് ഈ വീഡിയോ. 26ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഫൈനാൻസ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ എ ആണ്. പ്രസിഡൻ്റാണ് ഇന്ത്യയിലെ ഫൈനാൻസ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത്. 27. ഇന്ത്യൻ കൗൺസിലിലേക്ക് എത്ര വർഷത്തേക്കാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യസഭയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യസഭയിലേക്ക് എത്ര വർഷത്തേക്കാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഉത്തരം സി ആണ്. 6 വർഷത്തേക്കാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 28. പ്രസിഡന്റിന് ലോകസഭയിൽ അധികാരം ഇല്ല. എന്തിനുള്ള അധികാരം ഇല്ല എന്നുള്ളതാണ് എഴുതേണ്ടത്. ആൻസർ ബി ആണ്. പ്രസിഡന്റിന് അഥവാ രാഷ്ട്രപതിക്ക് ലോകസഭ നിർത്തിവെക്കാനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അതിനുള്ള വകുപ്പ് ഇല്ല. 29. രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എത്രയാണ്? എത്ര സമയം വരെയാണ് രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് നിലനിൽക്കുക? ആൻസർ ഡി ആണ്. പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞതു മുതൽ 6 ആഴ്ച വരെയാണ് പ്രസിഡന്റിൻ്റെ ഓർഡിനൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ രാഷ്ട്രപതിക്ക് നിയമം രൂപീകരിക്കാനുള്ള അധികാരമാണ് ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത്. 30. സഭയിൽ നടക്കുന്ന എല്ലാ പ്രസംഗങ്ങളും അഭിസംബോധന ചെയ്യപ്പെടുന്നത് ആരോടാണ്? MP-മാർ MLA-മാരൊക്കെ പ്രസംഗിക്കാറുണ്ട് സഭയിൽ. ആ പ്രസംഗം ആരോടാണ് പ്രസംഗിക്കുന്നത്? ആൻസർ ബി ആണ്. സ്പീക്കർ. സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. അദ്ദേഹത്തോടാണ് ഓരോ അംഗങ്ങളും സംസാരിക്കുന്നത്. 31. സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് ആരാണ് പ്രഖ്യാപിക്കുന്നത്? ആൻസർ എ ആണ്. ഗവർണറാണ് പ്രഖ്യാപിക്കുന്നത്. ദേശീയ തലത്തിൽ ഓർഡിനൻസ് പ്രഖ്യാപിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണ്, രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അതേ കർത്തവ്യങ്ങൾ സംസ്ഥാന തലത്തിൽ നിർവഹിക്കുന്ന അധികാരിയാണ് ഗവർണർ. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഓർഡിനൻസ് പുറത്തിറക്കാനുള്ള അധികാരം പ്രസിഡന്റിനായതുകൊണ്ട് സംസ്ഥാന തലങ്ങളിൽ അതേ കർത്തവ്യം നിർവഹിക്കുന്ന അധികാരിയാണ് ഗവർണർ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. 32. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങളിൽ ആരാണ് അധ്യക്ഷം വഹിക്കുന്നത്? ആൻസർ സി. സ്പീക്കർ തന്നെയാണ് അധ്യക്ഷം വഹിക്കുന്നത്. 33. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തെക്കുറിച്ച് ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്? അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാം. അങ്ങനെ ഭേദഗതി ചെയ്യുന്നതിനുള്ള വകുപ്പുകൾ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 368-ലാണ്. ഉത്തരം ബി ആണ്. 368-ലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. 34. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉത്തരം ബി ആണ്. വൈസ് പ്രസിഡൻ്റാണ്, ഉപരാഷ്ട്രപതിയാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ. 35. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ അഥവാ രാജ്യസഭയെ തിരഞ്ഞെടുക്കാനുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരം ബി ആണ്. സ്റ്റേറ്റ്, സംസ്ഥാനങ്ങൾക്കാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തം. 36. നമ്മുടെ ലോകസഭയിൽ, ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ലോകസഭ എന്നാണ്, ലോകസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആംഗ്ലോ ഇന്ത്യക്കാരുടെ എണ്ണം എത്രയാണ്? എത്ര ആംഗ്ലോ ഇന്ത്യൻസിനാണ് ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്? ഉത്തരം സി ആണ്. 2 അംഗങ്ങളെയാണ് പാർലമെൻറ്റിലേക്ക്, ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. 37.
രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ്? നോമിനേഷൻ ചെയ്യുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ബി ആണ്, 12 ആളുകളെയാണ്. ലോകസഭയിലേക്ക് 2 ആളുകളെയും രാജ്യസഭയിലേക്ക് 12 ആളുകളെയുമാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. 38. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ്? അഥവാ മത്സരത്തിൽ ഇലക്ഷനിലൂടെ ലോകസഭയിലേക്ക് കടന്നു വരുന്ന മെമ്പർമാരുടെ എണ്ണം എത്രയാണ്? 543 ആളുകളാണ്. ഉത്തരം സി ആണ്. 543 അംഗങ്ങളെയാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വഴി ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 39. ഇന്ത്യയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ലോകസഭയിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടത്താൻ അധികാരമുള്ള വ്യക്തി ആരാണ്? ഒരു പുതിയ ലോകസഭ തിരഞ്ഞെടുത്തു, അംഗങ്ങളൊക്കെ വന്നു, അതിൽ നിന്ന് തന്നെയുള്ള ഒരാളെയാണ് സ്പീക്കറായി നിയമിക്കുക. ഈ സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? ആൻസർ സി ആണ്. പ്രോട്ടം സ്പീക്കർ ആണ് അതിനുള്ള ഉത്തരവാദിത്വം, അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. 40. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. 41. ഇന്ത്യൻ ഭരണഘടന അത്യാവശ്യ ഘട്ടങ്ങളിൽ ഭേദഗതി ചെയ്യാം. അങ്ങനെ ഭേദഗതി ചെയ്യുന്നതിന് എത്ര രീതികളുണ്ട്, എത്ര മാർഗങ്ങളുണ്ട്? ഉത്തരം സി ആണ്. 3 രീതികളാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഉള്ളത്. 42. കോ വാറൻറ്റോ എന്നത് എന്താണ്? ഉത്തരം എ ആണ്. അതൊരു റിട്ടാണ്. റിട്ടുകൾ ഒരുപാടുണ്ട്. ഹാബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറൻറ്റോ എന്ന് പറഞ്ഞ റിട്ടുകളുണ്ട്. അതിൽ കോ വാറൻറ്റോ എന്നുള്ളത് എന്താണെന്ന് ചോദിക്കുന്നത്. ഉത്തരം അതൊരു റിട്ട് ആണ്. 43. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഡി ആണ്. നാഷണൽ എമർജൻസിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 352 നാഷണൽ എമർജൻസി. 44. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണ് എന്ന് അംബേദ്കർ പരിചയപ്പെടുത്തിയ അവകാശം ഏതാണ്? ഡോക്ടർ അംബേദ്കർ ഭരണഘടനയിൽ പ്രതിപാദിക്കപ്പെട്ട ഒരു അവകാശത്തെക്കുറിച്ച് ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്? ഉത്തരം ഡി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അഥവാ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നതാണ് അംബേദ്കർ വിശേഷിപ്പിച്ച ആ അവകാശം. 45. എത്ര മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നത്? നമ്മുടെ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? ആൻസർ ബി, 6 മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. 46. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് മൗലിക കർത്തവ്യങ്ങൾ ഒരു ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അത് 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് എഴുതി ചേർത്തത്. 47. സ്വത്തവകാശം ഇല്ലാതാക്കിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ആൻസർ എ, 71ാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം എന്നുള്ള ഒരു അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിയത്. 48. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് അതിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം തന്നെയാണ് ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. 49.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 6 ഫണ്ടമെൻ്റൽ ഫ്രീഡംസിനെ കുറിച്ച്, മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 50 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആളുകൾക്കുള്ള പരാതികളും മറ്റുമൊക്കെ പരിഹരിക്കുന്നതിനും അവകാശ നിഷേധങ്ങൾ കണ്ടാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുമൊക്കെയുള്ള സമിതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതിൻ്റെ അധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ പ്രസിഡൻ്റാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി പ്രസിഡൻ്റാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത്.